ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ദോശ റെസിപ്പി ആയിട്ടാണ്. നമ്മളിതിന് മുമ്പ് വെറൈറ്റി റൈസ് റെസിപ്പി വീക്ക് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഈ ഒരു വീക്ക് വെറൈറ്റി ആയിട്ടുള്ള ദോശ റെസിപ്പിയുടെ വീക്കാണ് കേട്ടോ. എന്തായാലും ആദ്യത്തെ ദോശ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് കളറിലുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഈ ഒരു ദോശ റെഡിയാക്കിയെടുക്കുന്നത്. ബീട്രൂട്ട് വെച്ചെന്ന് കേൾക്കുമ്പോൾ മിക്ക അമ്മമാരും ചിന്തിക്കുക എൻ്റെ മക്കൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. ഉണ്ടാക്കേണ്ട രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും അവരത് കഴിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ബീട്രൂട്ട് നന്നായി കഴുകി പീൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അരയ്ക്കാൻ വേണ്ട വെള്ളവും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കണ മാവിനനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ മാവിൻ്റെ റേഷ്യോ ഒന്നും ഞാൻ പറയണില്ല, ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഉഴുന്നും അരിയൊക്കെ എടുക്കേണ്ടതെന്നുള്ളത്. എന്തായാലും ബീട്രൂട്ട് നന്നായി അരച്ചെടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് അത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും പിന്നെ എനിക്ക് കഴിക്കുവാനുമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ, ആ ഒരു ദോശയുടെ സാധാ മാവും ബീട്രൂട്ട് അരച്ചതും കൂടി ചേർക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഇട്ടിട്ട് വേണം നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ദോശ നമുക്ക് വേണമെങ്കിൽ വളരെ കട്ടി കുറച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇത്തിരി കട്ടിയോടെ, അതായത് നമ്മളധികം നിരത്തി പരത്താണ്ട് ഇത്തിരി കട്ടിയായിട്ട് ഇതുപോലെ ഉണ്ടാക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടം കേട്ടോ, മറ്റോണം ഉണ്ടാക്കണേക്കാളും. ഇത്തിരി ഒന്ന് മൊരിയിച്ച് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് കഴിക്കാൻ ചമ്മന്തിയുടെ കൂടെ. ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത് നാളികേര ചമ്മന്തിയാണ് കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള നാളികേര ചമ്മന്തി. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കുട്ടികൾക്കും കൊടുത്ത് നോക്കുക, തീർച്ചയായും അവർക്ക് ഇഷ്ടപ്പെടും. സ്കൂളിലേക്ക് നമുക്ക് അവർക്ക് ടിഫിനിലും കൊടുത്തയക്കാം. എൻ്റെ 2 മക്കൾക്കും വളരെയധികം ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പിങ്ക് ദോശ, പ്രത്യേകിച്ച് മോൾക്ക്. പൊതുവേ ദോശ ഭയങ്കര ഇഷ്ടം മോൾക്ക്, കൂടെ പിങ്ക് കളർ കൂടി ആവുമ്പോൾ പറയേ വേണ്ട. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.